ഹായ് ഓൾ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഫോൺ തുറന്നപ്പോൾ കണ്ടത് നമ്മുടെ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജ് എന്ന കുട്ടിയുടെ സുവിസൈഡ് ന്യൂസാണ്. സുവിസൈഡ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സുവിസൈഡ് ആണോ എന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പം ഈ കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം. ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു. ഒറ്റ ക്ഷമിച്ച്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. ഇതിൻ്റെ അകത്ത് കുട്ടി മെയിനായിട്ട് പറയുന്നത് കുട്ടിയുടെ ഇതിലെ അധ്യാപകൻ അവരുടെ ഹെഡ് മിസ്റ്റർ റാം, പ്രൊഫസർ റാം, ആള് കുട്ടിയെ ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് ഹരാസ്മെൻറ്റ് നടത്തിയതും പുഴുത്ത പട്ടി എന്ന ടേം യൂസ് ചെയ്ത് ആ കുട്ടിയെ വിളിച്ചതും ഉള്ള കാര്യങ്ങൾ മൊത്തം കുട്ടി വോയിസ് ക്ലിപ്പായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീത മാം, അവരുടെ ലേഡി ഇൻചാർജ്, ഡിപ്പാർട്ട്മെൻറ്റിലെ ലേഡി ഇൻചാർജ്, അവരും ഇതുപോലെ തന്നെ ഈ കുട്ടിയെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങളും പറയുന്നുണ്ട്. കുട്ടിയുടെ അമ്മയുടെ സർജറിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചതും ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് ഒരുപാട് ടോർച്ചറിങ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ വോയിസ് ക്ലിപ്പിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ആ കുട്ടി ഒരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കുട്ടിയായിട്ട് പറയുന്നില്ല. അത് കുട്ടിയുടെ വീട്ടുകാരും പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസ് എന്നല്ല, എല്ലാ സ്റ്റുഡൻസിൻ്റെയും കോളേജുകളിലെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പാലം ശരിയാക്കുക, റോഡ് ശരിയാക്കുക, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇന്നത്തെ സ്റ്റുഡൻസ് ആണ് നാളത്തെ സിറ്റിസൺസ്. അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഓരോ കോളേജുകളിലും ചെന്ന് പല കോളേജുകളിലും ഈ ടീച്ചേഴ്സിൻ്റെ ആക്രമണം മൂലം ഡിപ്രഷനും സ്ട്രെസ്സിനും മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം എത്ര ലോ ക്ലാസ് രീതിയിലായിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോയിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. ഇതിന് മുന്നേയും ഒരു ന്യൂസ് ഉണ്ടായി. ഇപ്പം ഈ ഒരു കുട്ടിയുടെ സൂയിസൈഡൽ ന്യൂസ് വരുമ്പം ഇതിങ്ങനെ വൈറലാവുന്നു, എല്ലാവരും എടുത്തിടുന്നു, വീഡിയോസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അത് തീരുന്നു, ടീച്ചേഴ്സിനെ സസ്പെൻഷൻ കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ ബാക്ക് ടു കോളേജ്. എന്നിട്ട് ഇതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെയാണ് അവർ പിന്നെ അടുത്ത ആക്ഷൻ എടുക്കുന്നത്. പിന്നെ ഇതിന് മുന്നേ ഉണ്ടായ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞാൽ റാഗിങ് ഇഷ്യൂ സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു. റാഗിങ് അങ്ങനത്തെ കാര്യങ്ങൾ മൂലമാണ് ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായത്. ചില കോളേജുകളിൽ റാഗിങ് എന്ന് പറയുന്നത് ചെറിയ കാര്യത്തിനാണ് കംപ്ലൈൻറ്റ് ചെയ്തത്. ചെറിയ കാര്യമല്ല. ഒരാൾക്ക് ഇഷ്ടമല്ലാതെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ് ഒരു പാട്ടായിക്കോട്ടെ, എഴുന്നേപ്പിച്ച് നിർത്തിക്കായിക്കോട്ടെ, എന്ത് ചെയ്താലും അത് ടേം ചെയ്യുന്നത് ഇറ്റ്സ് റാഗിങ്. അതാദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രൊഫസേഴ്സ്, നമ്മുടെ നാട്ടിലെ നല്ല പല സംസ്ഥാനങ്ങളിലെയും പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ലെക്ചേഴ്സ്, ഇവരുടെയൊക്കെ വിചാരം ഈ നിറകുടം തുളുമ്പില്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഈ കാണാതെ കിടന്ന് കാണുമ്പോൾ ഉള്ള പ്രശ്നമാണോ എന്നറിയില്ല. അവരവരുടെ പൊസിഷൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് മാത്രം എനിക്ക് റെസ്പെക്റ്റ് തരണം. അങ്ങനെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. റെസ്പെക്റ്റ് ഈസ് ടു ബി ഏൺഡ്. അത് ഏൺ ചെയ്ത് എടുക്കേണ്ടതാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ തെറ്റുകളും സമ്മതിച്ചു കൊടുത്ത് അതിന് തിരിച്ച് പ്രതികരിക്കുന്ന കുട്ടികളുടെ നേരെ നോക്കിയിട്ട് അയ്യോ ഈ കുട്ടി ഇത്രയ്ക്കൊക്കെ വളർന്നോ ഇങ്ങനെ പറഞ്ഞ് കവിളത്ത് കയ്യും വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. റെസ്പെക്ട് ഈസ് ടു ബി ഏൺഡ്. അത് ഏൺ ചെയ്ത് എടുക്കേണ്ട കാര്യമാണത്. ഇപ്പം നമ്മൾ തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈവ എടുത്ത് കഴിയുമ്പോൾ പറയുന്നത് ശരിയല്ല, പറഞ്ഞതൊന്നും ശരിയല്ല. എന്നിട്ട് നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് നമ്മൾ വൈവ എഴുതിയാലല്ലേ നമുക്ക് വൈവ ചെയ്താലാണ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ പുറകെ നടത്തി നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, തെറ്റിനെതിരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും നമുക്ക് പറ്റത്തില്ല. പിന്നെ മെയിൻ കാര്യം നമ്മുടെ സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയെ സ്റ്റാഫ് റൂമിലിട്ട് പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പല ടീച്ചേഴ്സ് ഒരുമിച്ച് കണക്റ്റഡ് ആയി ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും തല്ലി ഒടിക്കും. എനിക്ക് മുന്നേയും സസ്പെൻഷൻ ഉള്ളതാണ്, ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ തമിഴ്നാട്ടിലുള്ളതാണ് എന്നാണ് പ്രൊഫസർ റാം ഉപയോഗിച്ച വാക്കുകൾ. ഒരു 100% ഉണ്ടെങ്കിൽ 90% കാര്യങ്ങൾ അല്ലെങ്കിൽ 95% ടീച്ചേഴ്സ് സ്റ്റാഫ് റൂം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പറ്റിയുള്ള ലൂസ് ടോക്സ്, അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാനും
ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അവരെങ്ങനെ നടക്കുന്നു, അവരെങ്ങനെ ഇരിക്കുന്നു, അവരുടെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടോ, അവർ ആരുടെ കൂടെ പോകുന്നു, ആരുടെ കൂടെ വരുന്നു, അല്ലാണ്ട് അവരുടെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏരിയയിലാണ് വീക്ക് അതനുസരിച്ച് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു തരാനോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇന്ത്യൻ മോഡ് ഓഫ് എഡ്യൂക്കേഷനിൽ. അതൊക്കെ നമ്മൾ ഇന്റർനാഷണൽ മോഡ് ഓഫ് എഡ്യൂക്കേഷനിൽ അതെല്ലാം ഓക്കെയാണ്, എത്ര സ്ട്രെസ് ഫ്രീ ആണ് നമുക്ക്. പക്ഷേ ഇന്ത്യൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലെ സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ നല്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും സ്റ്റാഫ് റൂംസ് എന്ന് പറഞ്ഞാൽ ഒരു പരദൂഷണ കമ്മിറ്റിയാണ്. ഒരു സ്റ്റുഡൻറ്റ് അങ്ങ് കയറുമ്പോൾ തൊട്ട് അവർ ഹെഡ് ടു ഫുട്ട് അസസ്മെന്റ് ആണ് നടത്തുന്നത്. ഇതുകൊണ്ടൊക്കെ എന്ത് എഡ്യൂക്കേഷനാണ് ഉണ്ടാവുന്നത്, എന്ത് എഡ്യൂക്കേഷനാണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റാഗിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ് റേസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവരൊരു ഷോ ഓഫ് എന്ന രീതിയിൽ ആ സ്റ്റുഡൻസിന് ഒരു 2 ദിവസം സസ്പെൻഷൻ കൊടുക്കും, എന്നിട്ട് അവർക്കെതിരെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ആ റാഗിങ്ങിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്ത കുട്ടിക്കെതിരെയാണ് തിരിയുന്നത്. എന്നിട്ട് പറയും, ഓ വന്ന് തുടങ്ങിയുള്ളൂ, അവൾ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാൻ തുടങ്ങി, അവൾ എന്തൊരു അഹങ്കാരിയാണ്, സീനിയർ കുട്ടികൾക്കെതിരെ അവൾ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ നേരെ നമ്മുടെ നേരെയായിട്ട് തിരിയും. പല ടീച്ചേഴ്സിൻ്റെയും ചിന്താഗതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ സ്ലേവ്സ് എന്നൊരു രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ടീച്ചേഴ്സിൻ്റെ വിചാരം നമ്മളിങ്ങനെ അവരുടെ പിന്നാലെ ബെഗ് ചെയ്ത് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. ഒന്നിനോടും റിയാക്ട് ചെയ്യാൻ പാടില്ല, തെറ്റ് കണ്ടാൽ പ്രതികരിക്കാൻ പാടില്ല. അവർ ചെയ്യുന്നത് ഇപ്പം എന്താണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയാണ്. ഈ പണിഷ്മെൻറ്റ് സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന എന്താണ്, വടി, മാരകായുധങ്ങൾ, ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? അപ്പം പറയുന്നുണ്ടാവും, ഇപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ പറയും, എന്താ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വളർന്നു വന്നത്, അതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്യണം. അന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് നിതിൻ രാജിനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഉള്ള നമ്മൾ പോലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ ജനറേഷൻസിൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇപ്പം ഇത് ന്യൂസ് ആയിട്ടൊക്കെ നിൽക്കും, എല്ലാവരും എടുത്തിടും, നിതിൻ രാജിൻ്റെ കാര്യങ്ങൾ പറയും. കുറച്ച് കഴിയുമ്പോൾ ആ ടീച്ചേഴ്സ് വീണ്ടും ബാക്ക് ടു ട്രാക്ക്. പ്ലീസ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിലൊന്ന് അസസ് ചെയ്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ ഇതൊന്ന് അസസ് ചെയ്ത് ഇതൊന്ന് കറക്റ്റാക്കി എടുക്കണം. കറക്റ്റാക്കി എടുത്തില്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള കുട്ടികൾ ഇതും ടോളറേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോഴത്തെ ഉള്ള കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അത്ര കഠിനമേറിയതല്ല. സോ ഇങ്ങനെയൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി തന്നെ ആദ്യം ഒരു അസസ്മെന്റ് നടത്തുക. എന്നിട്ട് അവർ ടീച്ചേഴ്സ് എന്നുള്ളൊരു പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്ന് നോക്കുക. എന്നിട്ട് വേണം അവർക്ക് ഈ പൊസിഷൻ കൊടുത്ത് അവർ ഇന്ന പൊസിഷനിലായിട്ട് അസൈൻ ചെയ്യാൻ. ടീച്ചർ എന്ന് പറയുന്ന വേർഡിന് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ടീച്ചർ സ്റ്റുഡൻറ്റിനെ കാണുന്ന ആ ടീച്ചറിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നേരെ എനിമി ആയിട്ടാണ് കാണുന്നത്. പിന്നെ അവർ ചെയ്യുന്ന എല്ലാത്തിനും കുറ്റം. ഇന്റർണൽ മാർക്ക് കട്ട് ചെയ്യുന്നു, എക്സാമിനുള്ള മാർക്ക് കട്ട് ചെയ്യുന്നു, വൈവി എടുക്കാണ്ടിരിക്കുന്നു, സ്റ്റാഫ് റൂമിൽ ചെന്ന് പറയുന്നു, നമ്മളെ ഫുൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി അവിടെ അവർ നമ്മളെ അങ്ങനെ പ്രതിഷ്ഠിക്കുന്നു. പഠിക്കുന്നുള്ള കാര്യങ്ങൾ അവരങ്ങ് മാറ്റി വെക്കും. പിന്നെ അവരോട് പറയുന്നു, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൾ അവിടെയാണ് ഇവിടെയാണ് നടക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതെല്ലാമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സോ ഇറ്റ്സ് എ റിക്വസ്റ്റ് ആണ്. എന്താണ്, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇനിയെങ്കിലും ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്ത്യയിലെ തന്നെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സ്, കേരള, കർണാടക, തമിഴ്നാട്, ഹൈദരാബാദ്, ആന്ധ്ര, അങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം ഒന്ന് അസസ് ചെയ്ത് ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ചെയ്ത് ആവശ്യമുള്ളവരെ മാത്രം ടീച്ചേഴ്സ് എന്ന പൊസിഷനിലായിട്ട് അസൈൻ ചെയ്യുക. ഇങ്ങനെയുള്ള ടോർച്ചറിങ്സ് സഹിക്കാൻ പറ്റാത്ത കുട്ടികളെ ആക്കരുത്. ഇതാണ് പറയാനുള്ളത്. യാ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.